ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ ഒരു ഹോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചായിന്ന് തോന്നുന്നു അല്ലേ? അതൊരു മീഷോ ഹോൾ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചായി. ഇതിന് കുറച്ച് മുമ്പായിരുന്നു നമ്മൾ ലാസ്റ്റായിട്ട് ഒരു മീഷോ ഹോൾ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം എനിക്കറിയാം എല്ലാവർക്കും മീഷോ ഹോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും പേഴ്സണലി ഹോൾ വീഡിയോസ് ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര ഭംഗിയല്ലേ, ഭയങ്കര രസമാണ് ഹോൾ വീഡിയോസ് ഒക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്ന അടുത്തൊരു മീഷോ ഹോൾ ആയിട്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് മീഷോന്ന് ഞാൻ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് പർച്ചേസ് ചെയ്തേക്കുന്ന കുറച്ച് ജാക്കറ്റ്സ് ആണ്. അതിൽ ഡെനിമും ഉണ്ട്, അല്ലാത്തയുണ്ട് കേട്ടോ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ കാണിച്ചു തരുന്ന ഈ ഒരു യെല്ലോ കളർ ജാക്കറ്റ് ആണ് കേട്ടോ. ഇത് എല്ലാം തന്നെ മീഷോയിൽ നിന്ന് വാങ്ങിയേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ റേറ്റും കാര്യങ്ങളും പറയുന്നില്ല, പേഴ്സണലി പറയാൻ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ്. ഫുൾ സ്ലീവ് ആണ് വന്നേക്കുന്നത്. ബട്ടൺ ഒക്കെ വന്നിട്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരു ജാക്കറ്റാണ്. ഞാൻ എടുത്തേക്കുന്ന എക്സൽ ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര വലുതായി പോയി. സൈസ് ഒന്നും കറക്റ്റ് അറിയാത്തൊരു ഒരു ഐഡിയ ഇല്ലാണ്ട് ഓർഡർ ചെയ്തൊരു ജാക്കറ്റ് ആയിരുന്നു കേട്ടോ. നല്ലതാണ്. ഇവിടെ പോക്കറ്റ്സ് രണ്ട് സൈഡിലും രണ്ട് പോക്കറ്റ് ഒക്കെ ഉണ്ട്. ഞാനിത് വാഷൊക്കെ ചെയ്തതാണ്. ഫാബ്രിക്കിനൊന്നും പ്രശ്നമില്ല, കളർ പോകുന്നൊന്നുമില്ല, മറ്റേ ബട്ടൺസ് ഒന്നും ഇളകി പോവും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നല്ല മെറ്റീരിയൽ ആണ്. ഒറിജിനൽ ഡെനിം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്ക നമ്മുടെ ആ ഒരു ഹൈ കോസ്റ്റ് ഉള്ള ആ ഒരു ഡെനിമല്ല, പക്ഷെ കുറച്ചൊരു നമ്മുടെ നോർമൽ ഭയങ്കര കട്ടിയുള്ളതിനേക്കാളും കുറച്ചൊന്ന് സോഫ്റ്റ് ഉള്ള ഡെനിമാണ്. എന്നാൽ അത്യാവശ്യം നല്ലതുമാണ് കേട്ടോ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് ഇത് 200 to 300 റേഞ്ച് ആ ഒരു പ്രൈസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് കിട്ടുന്നതിൽ സൂപ്പർബ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളൊരു ഡെനിമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ഈ ഒരു യെല്ലോ കളർ ജാക്കറ്റ് ആണ് കേട്ടോ. അടുത്തത് ഒരു ബ്ലാക്ക് ആണ്. ആ യെല്ലോയിൻ്റെ നേരെ ബ്ലാക്ക് ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം ആണ്. സെയിം പോലെ തന്നെ എല്ലാ ബട്ടൺസും ഉണ്ട്. ഇവിടെയുണ്ട്, സെയിം തന്നെയാണ് കേട്ടോ. ഇത് ഞാനൊരു സൈസ് കുറച്ച് എടുത്തേക്കുന്നത്. ഇത് ലാർജ് ആയിരിക്കും. യെസ്, ലാർജ് ആണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പർച്ചേസ് വന്നിട്ട്. മൂന്നാമത്തെ വന്നിട്ട് ബ്ലൂ ആണ്. പക്ഷെ ആദ്യം കാണിച്ചത് രണ്ടെണ്ണവും പക്ക കളർ ചേഞ്ച് ആണ്, യെല്ലോ ആൻഡ് ബ്ലാക്ക്. ഇത് ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ്, ഒരു റിബ്ഡ് പാറ്റേണിൽ വന്നിട്ട്. ഇപ്പോൾ കോളർ ആണെങ്കിൽ ഒരു റിബ്ഡ് ടൈപ്പാണ്. ഇവിടെ ഒരു റിബ്ഡ് പാറ്റേൺ ഉണ്ട്. അടിയിലും ഒരു റിബ്ഡ് പാറ്റേൺ വന്ന്, സ്ലീവിലും അതേപോലെ ഒരു റിബ്ഡ് പാറ്റേൺ വന്നിട്ടുള്ള ഒരു ജാക്കറ്റാണ് കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂ കളർ, ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ജാക്കറ്റാണ്. ബ്ലാക്ക് ജീനിന്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് പോകും. ഇതും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല, കളർ ഇളകുകയോ അങ്ങനെ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള ജാക്കറ്റ് തന്നെയാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇത് മൂന്നെണ്ണമാണ് ഡെനിം ക്ലോത്തിൽ വരുന്ന ജാക്കറ്റ്സ്. അടുത്ത രണ്ടെണ്ണം ജസ്റ്റ് ഹൂഡി ടൈപ്പാണ്, ഹൂഡഡ് ഉള്ള ജാക്കറ്റാണ്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഗ്രേ ആണ് കേട്ടോ. ഗ്രേ ഫുൾ സ്ലീവിൽ വരുന്ന ജാക്കറ്റാണ്. സ്ലീവിന്റെ ഇവിടെ ഇലാസ്റ്റിക് ആണ് വരുന്നത്. അത് മാത്രമല്ല അടിയിൽ വേസ്റ്റ് ഭാഗത്തും ഒരു ഇലാസ്റ്റിക് ആണ്. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു സൈസ് കൂട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അടിയിൽ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇറുകി നിൽക്കാൻ ചാൻസ് ഉണ്ട്. രണ്ട് സൈഡും പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. സിപ്പർ ക്ലോഷർ ആണ്. ഇതിൻ്റെ കുറേ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. ഇത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു കളർ എടുത്തേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. വാഷ് ചെയ്താലൊന്നും ഒന്നും പറ്റില്ല. അപ്പോൾ ചിലതുണ്ട് ലോ ക്വാളിറ്റി ആയിട്ടുള്ള പൈസ കുറച്ച് കിട്ടുന്ന സാധനങ്ങൾ ഒരു വാഷ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് ഇങ്ങനെ നൂലിങ്ങനെ പൊന്തി വരും. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല അഫോർഡബിൾ ആണ്. എന്നാൽ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു ജാക്കറ്റാണ് കേട്ടോ. ഇത് ക്രോപ്പല്ല, സാധാ ജാക്കറ്റാണ്. ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന ഒരു ക്രോപ്പ് ജാക്കറ്റാണ്. അതായത് ലെങ്ത് തീരെ ഇല്ലാത്ത ഒരു ബ്ലാക്ക്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്ത്, ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്ത്, ഒരു പ്രശ്നമില്ല. കളർ ഇളകുന്നില്ല, തുണിക്കൊന്നും പറ്റുന്നില്ല. ഇതും സ്ലീവിൻ്റെ ഇവിടെ ഒരു ഇലാസ്റ്റിക് ഉണ്ട്, അടിയിലും ഉണ്ട്. പക്ഷെ ഇത് അടിയിലുള്ള ഇലാസ്റ്റിക് അത്യാവശ്യം ഒരു ലൂസായിട്ട് ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് കേട്ടോ. ബ്ലാക്കിൽ ഇതും വിത്ത് ഹൂഡിയാണ്. ഹൂഡിൻ്റെ ഇവിടെ രണ്ട് വള്ളിയൊക്കെ വന്നിട്ട് സിപ്പർ ക്ലോഷർ ആണ്. ഒരു ക്രോപ്പ് പാറ്റേൺ. ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ തണുപ്പിനൊക്കെ ഇടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് അത്ര കണ്ടങ്ങോട്ട് കിട്ടുന്നിടത്ത് അത്രയും പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷെ തീരെ ലെങ്ത് ഇല്ലല്ലോ, അപ്പം അങ്ങനെ ആയിരിക്കും.
അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ വന്നിട്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ എൻ്റെ ജ്വല്ലറി സ്റ്റോറിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തേക്കാം. ഒന്ന് കയറി നോക്കുക. ഒരുപാട് പുതിയ കളക്ഷൻസ് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദാ വിഷു കളക്ഷൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങുക. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് DM ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.